നമസ്കാരം. ഷിബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് BA സെമസ്റ്റർ 4ന്റെ പാഠപുസ്തകമായ സ്വപ്നവാസവദത്തം എന്ന നാടകമാണ്. സ്വപ്നവാസവദത്തം ഒരു സംസ്കൃത നാടകമാണ്. മഹാകവി കാളിദാസൻ പോലും ആരാധിച്ചിരുന്ന സംസ്കൃത കവിയായിരുന്നു ഭാസൻ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഭാസ നാടകങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധപ്പെടുത്തിയത് ഗണപതി ശാസ്ത്രികളാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ക്രിസ്തുവിന് മുൻപ് 6ാം നൂറ്റാണ്ടിലാണ് ഭാസൻ ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് ഉദയനൻ എന്ന രാജാവിന്റെ കഥയാണ് സ്വപ്നവാസവദത്തത്തിലെ പ്രധാന പ്രതിപാദ്യം. ഇത് തന്നെ 2 ഭാഗങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തേത് പ്രതിജ്ഞാ യോഗന്ധരായണം എന്നും രണ്ടാമത്തെ ഭാഗത്തിന് സ്വപ്നവാസവദത്തം എന്നുമാണ് പേര് നൽകിയിരിക്കുന്നത്. ഗുണാഢ്യൻ പ്രാകൃത ഭാഷയിൽ രചിച്ച ബൃഹത് കഥയിലുള്ളതാണ് ഈ ഉദയനന്റെ കഥ. ഇന്ന് ഇതിന്റെ ഒരു ഭാഗം നമുക്ക് കിട്ടാനില്ല. എന്നാൽ ഇതിന്റെ ഉദയന കഥയുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഉദയനന്റെ കഥ 2 ഭാഗങ്ങളാണ്. അപ്പോൾ ആദ്യ കാലത്ത് ഉദയന മഹാരാജാവിന്റെ ജീവിതത്തിലെ ആദ്യ ഭാഗങ്ങൾ പ്രതിജ്ഞ യോഗന്ധരായണം എന്ന പേരിലും രണ്ടാമത്തെ ഭാഗം സ്വപ്നവാസവദത്തം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സ്വപ്നവാസവദത്തം ഒരു നാടകമാണ്. അപ്പൊ വത്സരാജ്യമാണ് ഉദയനന്റെ രാജ്യം. അപ്പൊ അദ്ദേഹം പാണ്ഡവ പരമ്പരയിൽപ്പെട്ട രാജാവാണ്. വളരെയധികം സംഗീത സാഹിത്യ കലകളിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. മാത്രമല്ല സ്ത്രീ സേവയും നായാട്ടും ഒക്കെ സാധാരണ രാജാക്കന്മാർക്കുള്ള ബലഹീനതകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. നാടക സങ്കേതം അനുസരിച്ച് അദ്ദേഹം ധീര ലളിതനായ നായകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാവുന്നതാണ്. വാസുകിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചതാണ് ഘോഷവതി എന്ന വീണ. അപ്പൊ ആ ഒരു വീണയുടെ നാദം അദ്ദേഹം ഉതിർക്കുമ്പോൾ കാട്ടിൽ നിന്ന് ആനകൾ പോലും കൊട്ടാരത്തിൽ എത്താറുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹം രാജഭരണത്തിൽ അശ്രദ്ധനായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മന്ത്രിയായ യോഗന്ധരായണനും സേനാനായകനായ രുമണ്വാനും ചേർന്നാണ് ഭരണം ഒരുവിധം നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഇക്കാലത്ത് ഉജ്ജയിനിയിൽ ചണ്ഡമഹാസേനൻ എന്ന രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ് വാസവദത്ത. ഈ വാസവദത്തയ്ക്ക് പറ്റിയ വരനാണ് ഉദയനനെന്ന് പിതാവായ മഹാസേനൻ ചിന്തിച്ചു. അദ്ദേഹം ഉദയനനെ നേരിട്ട് വിളിച്ച് മകളെ വീണ വായന പഠിപ്പിക്കാനായി അദ്ദേഹത്തെ ക്ഷണിച്ചു. ഉദയനൻ ആ ക്ഷണം സ്വീകരിച്ചില്ല. അങ്ങനെ ചതിപ്രയോഗത്തിലൂടെ ഉദയനനെ മഹാസേനൻ രാജ്യത്തിലേക്ക് വരുത്തുകയും അതിനായി ഒരു കൃത്രിമമായ ഒരു ആനയുണ്ടാക്കി കാട്ടിലെത്തിച്ചു. അപ്പൊ ആനയെ വേട്ടയാടാൻ പോയ ഉദയനനെ മഹാസേനൻ ബന്ധിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഉദയനനെ രക്ഷിക്കണമെന്നാണ് മന്ത്രിയായ യോഗന്ധരായണൻ പ്രതിജ്ഞ എടുക്കുന്നത്. അപ്പൊ അദ്ദേഹം ഉജ്ജയിനിയിലെത്തി രാജാവിനെ കണ്ടു. ഒരു ഭ്രാന്തന്റെ വേഷത്തിലാണ് അദ്ദേഹം ഉജ്ജയിനിയിൽ പോയെന്ന് പറയപ്പെടുന്നു. ഉദയനനെ കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുന്നു. എന്നാൽ കുറെ കാലം ഇദ്ദേഹം കാരാഗൃഹത്തിൽ ഉദയനൻ കഴിയായിരുന്നു. അപ്പൊ അതുവഴി പോയ വാസവദത്തെ കാണാനിടയായി. അവളിൽ അനുരാഗം ഉണ്ടാവുകയും അങ്ങനെ അവളെ രാജാവ്, രണ്ടുപേരും താമസിയാതെ പ്രണയബദ്ധരായി. പക്ഷെ അവരെന്ത് ചെയ്യാണ്, ഒരു ദിവസം രാത്രിയിൽ ഉദയനൻ വാസവദത്തെയും കൊണ്ട് ഒരു പിടിയാനയുടെ പുറത്ത് കയറി അവിടെ നിന്ന് ഉജ്ജയിനി വിട്ടു. അപ്പോ ഇതിന് കഴിഞ്ഞതിന് ശേഷം വധൂവരന്മാരുടെ ചിത്രങ്ങൾ വെച്ച് അവര് വിവാഹം നടത്തി. ഇത്രയാണ് ആദ്യ പുസ്തകമായ പ്രതിജ്ഞാ യോഗന്ധരായണത്തിലുള്ളത്. എന്നാൽ 2ാം ഭാഗത്തിലേക്ക്, അതായത് സ്വപ്നവാസവദത്തമാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്, അവിടെ ചെല്ലുമ്പോഴേക്ക് നമ്മൾ കാണുന്നത്, ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, വിവാഹാനന്തരം അദ്ദേഹം വാസവദത്തയിൽ അനുരുക്തനായി വീണ വായനയും മറ്റുമായി കാലം കഴിച്ചു. പിന്നെ അദ്ദേഹം വിരജിക, മഞ്ജുളിക, ബന്ധുമതി തുടങ്ങിയ സുന്ദരിമാരെയും വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പൊ രാജാവിന്റെ ഈ ഒരു അവസ്ഥ, അതായത് രാജഭരണത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാത്ത രാജാവിന്റെ അവസ്ഥ മന്ത്രിമാരെ ദുഃഖിപ്പിച്ചു. അപ്പൊ എങ്ങനെയെങ്കിലും രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി അവരൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. അപ്പൊ മഹാസേനൻ രാജാവിന്റെ അദ്ദേഹം വലിയൊരു ബന്ധുവാണ്. രാജാക്കന്മാർ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്ന അങ്ങനെ അതിനു വേണ്ടിയാണല്ലോ, ബാന്ധവം നടത്തുന്നതിന് കൂടുതൽ ബന്ധുബലം കിട്ടാനാണ്. അപ്പൊ മഹാസേനന്റെ ബന്ധുബലം വാസവദത്ത മൂലം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി മഗധ രാജാവിന് പത്മാവതി എന്നൊരു സഹോദരിയുണ്ട്. അപ്പോൾ അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബന്ധുബലം കിട്ടും. വാസവദത്ത അതിന് തടസ്സമാണ്. അതുകൊണ്ട് കുറച്ച് ദിവസം വാസവദത്തെ മാറ്റി നിർത്തണമെന്ന് മന്ത്രിയായ യോഗന്ധരായണൻ തീരുമാനിക്കുന്നു. അങ്ങനെ രാജാവ് നായാട്ടിന് പോയ ദിവസം ഗ്രാമത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു. അതിൽ മന്ത്രിയും ഭാര്യയായ വാസവദത്തെ മരിച്ചുപോയി എന്നൊരു കഥ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ വാസവദത്തെയും ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഉദയനന്റെ വിദൂഷകനായ വസന്തകനും ഒക്കെ അഗ്നിബാധയിൽപ്പെട്ട് മരിച്ചുപോയെന്നൊരു വാർത്ത അവിടെ എല്ലായിടത്തും പരന്നു. എന്നാൽ ഇതേ സമയം വാസവദത്തെ ഒരു ആവന്തിക അല്ലെങ്കിൽ ഒരു തോഴി ബ്രാഹ്മണിയായ ഒരു തോഴിയുടെ രൂപത്തിലാക്കി വസന്തകനെ ഒരു കാഴ്ചയില്ലാത്ത ഒരു ബ്രാഹ്മണന്റെ വേഷത്തിലുമാക്കി മഗധ രാജധാനിയിൽ എത്തിച്ച് പത്മാവതിയുടെ സംരക്ഷണയിൽ എത്തിക്കുകയാണ് യോഗന്ധരായണൻ. അപ്പൊ വാസവദത്തെ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി സജ്ജനാക്കാൻ വേണ്ടി അവളുടെ സഹോദരനായ ഗോപാലകനെയും ഈ ഗൂഢാലോചനയിൽ യോഗന്ധരായണൻ പങ്കാളിയാക്കി. അപ്പൊ നായാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉദയനൻ തന്റെ ഭാര്യ നഷ്ടപ്പെട്ടതറിഞ്ഞ് വളരെയധികം വേദനിക്കുന്നു. അപ്പൊ രാജാവിന് ഇവളിൽ ഗന്ധർവ സമാനമായ ഒരു സന്താനം ലഭിക്കും ഒരു വരം കിട്ടിയിരുന്നു. അപ്പൊ അതൊക്കെ ഓർത്ത് രാജാവ് ആശ്വാസം കൊള്ളുന്നു. താമസിയാതെ വാസവദത്ത മരിച്ചു എന്നറിഞ്ഞ മഗധാധിപൻ മഗധയിലെ രാജാവ് എന്ത് ചെയ്തു? ഉദയനെ ക്ഷണിച്ചു വരുത്തുകയും പത്മാവതിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പൊ വിവാഹ ദിവസം പത്മാവതിയും ഉദയനനും അവിടെ നിന്ന് യാത്രയായതിനാൽ അവിടെ പാർത്തിരുന്ന വാസവദത്ത അവിടെ തന്നെ ഉണ്ടല്ലോ, ഇതൊന്നും രാജാവ് അറിയുന്നില്ല. രാജാവ് ഇത് തിരിച്ചറിയുന്നു. വാസവദത്തെയും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അധിക ബന്ധുബലമുള്ളവനായി വളരെ മിടുക്കനായ രാജാവായി രാജ്യം ഭരിക്കുകയാണ് ഉദയനൻ ചെയ്യുന്നത്. അപ്പൊ ഇതിലെ കഥാപാത്രങ്ങൾ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഉദയനൻ ആണ് പ്രധാന കഥാപാത്രം. വത്സരാജ്യത്തിലെ മഹാരാജാവാണ്, അദ്ദേഹമാണ് നായകൻ. വസന്തകൻ ഉദയനന്റെ നർമ്മസജീവനാണ്, വിദൂഷകനാണ്. യോഗന്ധരായണൻ ഉദയനന്റെ പ്രധാനമന്ത്രിയാണ്. പിന്നെ കാഞ്ചുകീയനുണ്ട്, പത്മാവതിയുടെ അരമനയിലെ അധികാരി. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് സ്ത്രീ കഥാപാത്രങ്ങൾ. വാസവദത്ത ഉദയനന്റെ ആദ്യ ഭാര്യ, പത്മാവതി ഉദയനന്റെ രണ്ടാമത്തെ ഭാര്യ, ഉപനായികയാണ്. ധാത്രി എന്നിവിടെ പറയുന്ന ഉദയനന്റെ വളർത്തമ്മയാണ്. വസുന്ധര വാസവദത്തയുടെ വളർത്തമ്മയാണ്. അങ്ങനെയുള്ള ചില ആളുകളെ, പിന്നെ മധുരിക, പത്മനിക തുടങ്ങിയവരൊക്കെ പത്മാവതിയുടെ ദാസിമാരാണ്. പിന്നെ തോഴിമാരും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ സ്വപ്ന വാസവദത്തം ഒന്നാം അംഗത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഇതില് സംസ്കൃത നാടകമാണ്. അപ്പൊ നാന്തി അവസാനിക്കുമ്പോൾ സൂത്രധാരൻ കടന്നു വന്ന് കഥ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഉദയനനും വാസവദത്തെയും തമ്മിലുള്ള ഒരു അനുരാഗത്തിന്റെയും പത്മാവതിയുടെ കഥ, അല്ലെങ്കിൽ ഈ ഒരു ഉദയൻ, വാസവദത്ത, പത്മാവതി ഇവരടങ്ങുന്ന കഥ പറയാനുള്ള എനിക്ക് പറയാനുള്ള കഴിവ് തരണേ, തുണയ്ക്കണേ ദേവി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. അപ്പൊ സൂത്രധാരന്റെ പ്രത്യേകത എന്താണ്? അതുവരെയുള്ള കഥാംശത്തെ ജനങ്ങളെ അറിയിക്കുക, പിന്നെ അതിലെ തന്നെ ഒരു കഥാപാത്രമായി അവതരിക്കുക, അഭിനയിക്കുക എന്നൊക്കെ ഉള്ളത് സൂത്രധാരനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ മാന്യമഹാജനങ്ങളെ ഞാൻ അറിയിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ എന്ന് പറയുന്നു. അണിയറയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു കൽപ്പന കേൾക്കുന്നു. അപ്പൊ രാജാവ് സൂത്രധാരൻ പറയുന്നു, മനസ്സിലായി, കുമാരിക്ക് അകമ്പടി വന്ന വിശ്വസ്തരായ മഗധയിലെ രാജസേവക, അതായത് മഗധയിലെ രാജകുമാരിയായ പത്മാവതി ആ ആശ്രമത്തിലേക്ക് വരികയാണ്. അപ്പൊ എന്തായാലും രണ്ട് ഭടന്മാർ പ്രവേശിച്ച് എല്ലാവരെയും മാറ്റി നിർത്തുന്നു. സന്യാസി വേഷത്തിൽ യോഗന്ധരായണനും അവന്തിക സ്ത്രീയുടെ വേഷത്തിൽ ഒരു തോഴിയെ പോലെ വാസവദത്തെയും പ്രവേശിക്കുന്നു. അപ്പൊ യോഗന്ധരായണൻ എന്താണ് ഇവിടെ മാറ്റി നിർത്തുകയാണ്. അതായത് മരവുരി ധരിച്ച് കാട്ടുപഴങ്ങളും കഴിച്ച് കഴിയുന്ന ആശ്രമത്തിൽ കഴിയുന്നവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം ഇവിടെ ഉണ്ടാകുന്നല്ലോ. അപ്പൊ ആരാണ് ഈ ശാന്തമായ തപോവനത്തെ ശാസന കൊണ്ട് ഗ്രാമത്തെ പോലെ സാധാരണ ഒരു രാജഭരണ സ്ഥലം പോലെ ആക്കുന്നത് എന്ന് യോഗന്ധരായണൻ ചോദിക്കുന്നു. അപ്പൊ വാസവദത്തെയും അദ്ദേഹത്തോട് ചോദിക്കുന്ന ആരാണ് ഇങ്ങനെ മാറ്റി നിർത്തുക? യോഗന്ധരായണൻ, ശ്രീമതി തന്നെ ധർമ്മത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആരുമാണ് അത് ഇങ്ങനെ പറയുന്നത്. വാസവദത്ത, ഞാൻ അതല്ല പറയുന്നത്, ഞാനും മാറ്റി നിർത്തപ്പെടേണ്ടവളാണല്ലോ. അതായത് ഇപ്പോൾ എന്റെ ഭർത്താവിന്റെ ക്ഷേമത്തിന് വേണ്ടി ഞാനും ഒരു വേഷം മാറി നിൽക്കേണ്ടവളാണല്ലോ എന്ന തന്റെ അവസ്ഥ വാസവദത്ത പറയുന്നു. യോഗന്ധരായണൻ, ആര്യയെ തിരിച്ചറിയാഞ്ഞാൽ ദേവകളും ഇങ്ങനെ അനാദരിക്കപ്പെടാറുണ്ടല്ലോ. അങ്ങ് വിഷമിക്കേണ്ട മഹതി, കാരണം ദേവകളെ പോലും ആളറിഞ്ഞില്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ അപമാനിക്കാറുണ്ടല്ലോ. അപ്പൊ വാസവദത്ത പറയുന്ന, ആര്യ, എനിക്ക് അപമാനത്തോളം ഖേദമല്ല, യാത്രാക്ലേശം. യോഗന്ധരായണൻ, ഇതൊക്കെ ഭവതി ഇതിനു മുമ്പും അനുഭവിച്ചതാണല്ലോ, അതിനെപ്പറ്റി വിചാരപ്പെടാനില്ല. മുമ്പ് അവിടെ ഇഷ്ടപ്രകാരം സഞ്ചരിച്ചിരുന്നു. ഭർത്താവ് വിജയിക്കുമ്പോൾ ഇനിയും പഴയതുപോലെ റാണിയായിട്ട് എഴുന്നള്ളാം. മനുഷ്യരുടെ ഭാഗ്യം വണ്ടിചക്രത്തിന്റെ കാലുകൾ പോലെ ക്രമത്തിൽ മറിഞ്ഞു വരുമല്ലോ. അതായത് വണ്ടിചക്രത്തിന്റെ ചക്രം ഇങ്ങനെ ഉരുളുകയല്ല, അതുപോലെ ഭാഗ്യവും മാറിയും തിരിഞ്ഞും വരും. അപ്പൊ വീണ്ടും അങ്ങേക്ക് പഴയതുപോലെ എഴുന്നള്ളാം, ഇപ്പോൾ ഒന്ന് മാറി നിൽക്കൂ എന്ന് വാസവദത്തയോട് യോഗന്ധരായണൻ പറയുന്നു. കാഞ്ചുകിയൻ പ്രവേശിക്കുന്നു. പത്മാവതിയുടെ അരമനയിലെ അധികാരിയാണ്. അദ്ദേഹം വന്നിട്ട് പറയുന്നു, മാറി നിൽക്കാൻ പറയരുത്, രാജാവിന് ദുഷ്പേരുണ്ടാകും. ആശ്രമത്തിലെ ആളുകളോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കയർക്കാൻ പാടില്ല.
നഗരത്തിലെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവരെ കാട്ടിൽ വന്ന് കൂടിയിരിക്കുന്നത്. അപ്പൊ ഭടന്മാർ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു പോയി. അപ്പൊ യൗഗന്ധരായണൻ പറയുന്നു, കൊള്ളാം, അയാൾക്ക് വകതിരിവുണ്ട്, നമുക്ക് അയാളുടെ അടുത്തേക്ക് ചെല്ലാം. അപ്പൊ യൗഗന്ധരായണൻ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, എന്തിനാണ് ഈ മാറ്റി നിർത്തൽ? അപ്പൊ കാഞ്ചികീയൻ പറയുന്നു, അല്ലയോ തപസ്സി, കാരണം ഒരു താപസന്റെ വേഷത്തിലാണല്ലോ യൗഗന്ധരായണൻ വന്നത്. അപ്പോ യൗഗന്ധരായണൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, തപസ്സി എന്ന ഈ സംബോധന തന്നെ എനിക്ക് എന്നെ തപസ്സി എന്നാണ് വിളിക്കുന്നത്, പക്ഷെ ഞാൻ ആ സംബോധന കേട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് മനസ്സിന് പിടിക്കുന്നില്ല. കാഞ്ചികൻ, കേട്ടാലും ഗുരുജനങ്ങൾ ദർശകൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ മഹാരാജാവിന്റെ സഹോദരി, മഗധയിലെ മഹാരാജാവിന്റെ സഹോദരി പത്മാവതി ഈ ആശ്രമത്തിൽ കഴിയുന്ന രാജമാതാവിനെ കണ്ട് വണങ്ങാൻ വന്നതാണ്. അപ്പോൾ തമ്പുരാട്ടി കാലമനയിലേക്ക് തന്നെ തിരിച്ചു പോകും, ഇന്ന് മടങ്ങുന്നില്ല, ഇവിടെ കഴിയും, ഈ ആശ്രമത്തിൽ കഴിയും. അതുകൊണ്ട് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം അവർക്ക് വേണ്ടി ചമതയും തീർത്ഥജലവും ഒക്കെ ഞങ്ങൾ ശേഖരിച്ച് വെക്കുകയാണ്. യൗഗന്ധരായണൻ അപ്പോൾ മഗധ രാജാവിന്റെ മകളായ പത്മാവതി, അപ്പൊ ഇവൾ സ്വാമിക്ക് ദേവിയായ സ്വാമിക്ക്, അതായത് തന്റെ സ്വാമി യൗഗന്ധരായണന്റെ സ്വാമി ആരാണ്? ഉദയനന് ഭാര്യയായി തീരുമെന്ന് സിദ്ധന്മാർ പ്രവചിച്ചത് അദ്ദേഹം ഓർക്കുന്നു. അപ്പോ എനിക്ക് ഈ മാറ്റി നിർത്തുക എന്നുള്ള ഭാവം കൊണ്ട് എനിക്ക് അവളോട് വെറുപ്പുണ്ടായതാണ്. പക്ഷെ ഇപ്പോൾ സ്വാമിക്ക് എൻ്റെ രാജാവിന് ഭാവിയിൽ വിവാഹം കഴിക്കേണ്ട പെൺകുട്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അവളോട് മമത്വം തോന്നുന്നു. വാസവദത്ത രാജകുമാരി എന്ന് കേട്ടപ്പോൾ എനിക്കും സ്നേഹം തോന്നുന്നു. അപ്പോൾ ഒരു തോഴി വന്നിട്ട് കൊച്ചു തമ്പുരാട്ടി ഇതിലെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളാം എന്ന് പറയുന്നു. അപ്പോഴേക്കും ഒരു താപസി അവിടെ വരുന്നു. താപസി രാജകുമാരിക്ക് സ്വാഗതം അരുളുന്നു. വാസവദത്ത, അപ്പോൾ കൊള്ളാം, ഈ രാജകുമാരി കൊള്ളാം, കുലമഹിമയും അവളുടെ രൂപവും നന്നായിരിക്കുന്നു. പത്മാവതി, ആര്യയെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറയുന്നു. താപസി അവളെ നീണാൾ വാഴുക എന്ന അനുഗ്രഹം കൊടുക്കുന്നു. അപ്പൊ എനിക്ക് ഈ കിട്ടിയ ആദരവചനത്താൽ ഞാൻ അനുഗ്രഹീതയായി എന്ന് പത്മാവതി പറയുന്നു. അപ്പോൾ വാസവദത്തെ ചിന്തിക്കേണ്ട, ഇവളുടെ രൂപം മാത്രമല്ല വാക്കുകളും വളരെ നല്ലതാണ്. അതായത് നമ്മൾ ഒരാളെ കാണുമ്പോൾ സംസാരിക്കുന്ന ആ വാക്കുകൾ നമ്മുടെ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. താപസി, ഭദ്രേ, തമ്പുരാന്റെ സഹോദരിയെ ഏതെങ്കിലും രാജാവ് വരിക്കുന്നില്ലേ? പത്മാവതിയോടൊപ്പം വന്ന തോഴിയോടാണ് താപസിയുടെ ചോദ്യം. അപ്പൊ ആ തോഴി പറയുന്നു, ഉജ്ജയിനിയിലെ പ്രദ്യോതൻ എന്ന രാജാവിന് വേണ്ടി എന്റെ സ്വാമിയെ അല്ലെങ്കിൽ പത്മാവതി വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. വാസവദത്തോ, അപ്പോൾ അവൾ എനിക്ക് സ്വന്തവുമായി. താപസി, ആ ബഹുമാനം അർഹിക്കുന്നത് തന്നെയാണ് യാഗൃതി, 2 രാജവംശവും ശ്രേഷ്ഠമാണല്ലോ എന്ന് പറയുന്നു. പത്മാവതി, ആര്യ മുനിമാരെ കണ്ടുവോ? എനിക്ക് അനുഗ്രഹം നേടാൻ അഭീഷ്ടദാനത്തിനായി തപസ്വി ജനത്തെ, അവർക്ക് എന്താണ്, ഇവിടെയുള്ള താപസന്മാരെയൊക്കെ ക്ഷണിക്കൂ, എനിക്ക് അവർക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല, എന്താണ് അവർക്ക് ആവശ്യമെന്ന് ചോദിക്കുക. കാഞ്ചികൻ, അല്ലയോ ആശ്രമവാസികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് ബഹുമാനിയായ മഗധ രാജകുമാരി നിങ്ങൾ അവളെ സൽക്കരിച്ചത് കൊണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു. ആർക്കാണ് കമണ്ടലു? അറിയാലോ, തപസ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള കമണ്ടലു വേണ്ടത്. പിന്നെ ആർക്കാണ് വസ്ത്രം വേണ്ടത്? പിന്നെ ആർക്കാണ് ഗുരുവിന് നൽകാനായിട്ട് വിദ്യാദീക്ഷ വേണ്ടത്? അപ്പോൾ രാജകുമാരി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരും. അപ്പോൾ യൗഗന്ധരായണൻ ഇത് കേട്ടപ്പോഴാണ്, അവിടെ വന്ന് നിൽക്കുകയാണല്ലോ ആശ്രമ പരിസരത്ത്. അപ്പൊ യൗഗന്ധരായണൻ പെട്ടെന്ന് നല്ലൊരു ഉപായം കിട്ടി, ഞാൻ ആവശ്യക്കാരനാണ് എന്ന് വിളിച്ചു പറയുന്നു. പത്മാവതി, ഭാഗ്യം, എന്റെ തപോവനാഗമനം സഫലമായി. കൊള്ളാം, ഞാനിവിടെ വന്ന സഫലമായി, ഒരാൾക്ക് ഒരു ആവശ്യം നിറവേറ്റി കൊടുക്കാമല്ലോ. അപ്പൊ താപസി, ഈ ആശ്രമത്തിലെ തപസ്സിമാരെല്ലാം സന്തുഷ്ടരാണ്, അവർക്കൊന്നും വേണ്ട. അപ്പൊ ഇയാള് വരുത്തനായിരിക്കും, വന്നു ചേർന്ന ആളായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ കാഞ്ചികയും ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ യൗഗന്ധരായണൻ പറയുന്നു, കൂടെ നിൽക്കുന്ന വാസവദത്ത എന്ന രാജകുമാരിയെ ചൂണ്ടിയിട്ട് ഉദയനന്റെ ആദ്യ ഭാര്യയെ ചൂണ്ടി പറയുകയാണ്, ഇതെന്റെ സഹോദരിയാണ്, ഭർത്താവ് മറുനാട്ടിൽ പോയിരിക്കുന്നു, അവളെ കുറച്ചു കാലം പത്മാവതിയുടെ വസതിയിൽ സംരക്ഷണത്തിൽ നിർത്തണം. ധനം കൊടുക്കേണ്ട, വസ്ത്രങ്ങളോ സുഖവിഭവങ്ങളോ വേണ്ട. ഞാൻ കാഷായം ധരിച്ചത് ജീവിക്കാൻ വേണ്ടിയല്ല. അപ്പൊ എന്റെ സഹോദരിയും അങ്ങനെയാണ്, ധീരയായ ഈ കന്യക എന്റെ സഹോദരിയുടെ മാനം അവളൊന്ന് കാത്താൽ മതി. പത്മാവതി എന്റെ സഹോദരിയുടെ മാനം ഒന്ന് കാത്താൽ മതി. അപ്പൊ വാസവദത്ത പെട്ടെന്ന് ചിന്തിക്കണം, ഓഹോ, ഈ മന്ത്രി എന്നെ ഇപ്പോൾ ഇവിടെ ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആലോചിക്കാതെ ഒന്നും ചെയ്യില്ല എന്നുള്ള മനസ്സിൽ ചിന്തിക്കുന്നു. അപ്പൊ കാഞ്ചികൻ പറയുന്നു, തമ്പുരാട്ടി, ഇദ്ദേഹത്തിന്റെ അപേക്ഷ വളരെ ഭാരിച്ചതാണ്, നമ്മൾ എങ്ങനെയാണ് അതിന് വാക്ക് കൊടുക്കുക? ധനം, പ്രാണൻ, പുണ്യം ഇതൊക്കെ നമുക്ക് എളുപ്പം നൽകാം, മറ്റെന്തുമാവാം. നാസ്യം സൂക്ഷിക്കുക പ്രയാസം തന്നെ. നാസ്യം എന്ന് പറഞ്ഞാൽ മുതല്, ഒരാൾ തരുന്ന മുതല് സൂക്ഷിച്ച് അതുപോലെ തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പത്മാവതി, ആര്യ ആർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ തടയുന്നത് ശരിയല്ല, നമ്മൾ അത് തന്നെ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഈ സഹോദരിയെ അല്ലെങ്കിൽ യൗഗന്ധരായണൻ പത്മാവതിയുടെ കയ്യിൽ ആരെ ഏൽപ്പിക്കുന്നു? വാസവദത്തെ ഏൽപ്പിക്കുന്നു.
അപ്പൊ വാസവദത്ത മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്ത് ചെയ്യാൻ, ഭാഗ്യം കിട്ടാൻ ഞാൻ പോവുക തന്നെ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ താപസിമാര് ചിന്തിക്കുകയാണ്, ഈ ആകൃതി കാണുമ്പോൾ ഇവിടെ കണ്ടാലും ഒരു രാജകുമാരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ തോഴി മറുപടി പറയുകയാണ്, അതായത് പത്മാവതിയുടെ തോഴി പറയുകയാണ്, ശരിയാണ്, കണ്ടാൽ നല്ല സുഖ അനുഭവത്തിൽ കഴിഞ്ഞൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു. അപ്പൊ യോഗന്ധരായണൻ വിചാരിക്കുന്നു, ഓ, പകുതി ഭാരം ഒഴിഞ്ഞു. അപ്പൊ ഇനി മന്ത്രിമാരുമായിട്ട് ആലോചിച്ച് ബാക്കിയെല്ലാം ചെയ്യാം. സ്വാമി രാജ്യം വീണ്ടെടുത്തതിന് ശേഷം, അതായത് വീണ്ടും ഉദയനൻ ഈ രാജ്യം നല്ല രീതിയിൽ ഭരിക്കുമ്പോൾ, ദേവിയും കൊണ്ട് അടുത്ത് ചെല്ലുമ്പോൾ ഈ മഗധ രാജപുത്രി വിശ്വാസം വരുത്തിക്കൊള്ളുമല്ലോ, പത്മാവതി മഹാരാജാവിന്റെ ഭാര്യയായി തീരും, ആപത്തുകളെല്ലാം അവർ വിധിച്ചതുപോലെ തന്നെ വന്നല്ലോ, ആ വിശ്വാസത്തിലാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അയാളത് ആശ്വാസമായി കരുതുന്നു. അപ്പൊ ബ്രഹ്മചാരി ഒരാള് പ്രവേശിക്കുകയാണ് അവിടെ. അദ്ദേഹം പറയുന്നു, എവിടെയാണ്, ഇവിടെ ഒന്ന് വിശ്രമിക്കുക, ധാരാളം സ്ഥലം ഇവിടെയുണ്ട്, മാൻകൂട്ടങ്ങളൊക്കെ മേയുന്നുണ്ട്, ഇതൊരു തപോവനമാണ്, അപ്പൊ മുനിജനങ്ങളും സ്ത്രീകളും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പൊ കാഞ്ചികൻ പറയുന്നു, ഇത് ആശ്രമമാണ്, അങ്ങേക്ക് കടന്നു വരാം. അപ്പൊ വാസവദത്ത പത്മാവതി കാരണം ഇയാളെ ബ്രഹ്മചാരിയെ കണ്ടപ്പോൾ വാസവദത്ത ഒന്ന് ഞെട്ടി. അപ്പൊ പത്മാവതി പറയുന്നു, ആര്യ പരപുരുഷന്മാരെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഏറ്റുവാങ്ങിയ നാസ്യമാണിവൾ, ഞാൻ ഏറ്റുവാങ്ങിയ മുതലാണവൾ എന്ന് പറഞ്ഞ് വാസവദത്തെ മാറ്റി നിർത്തുന്നു. അപ്പൊ കാഞ്ചികൻ പറഞ്ഞു, ഞങ്ങൾ മുൻപേ വന്നവരാണെന്ന് പറഞ്ഞ് അതിഥി സൽക്കാരം സമർപ്പിക്കുന്നു. അപ്പൊ ബ്രഹ്മചാരി അതൊക്കെ കുടിച്ചിട്ട്, ആയിക്കോട്ടെ, എന്റെ ക്ഷീണം തീർന്നു. അപ്പൊ യോഗന്ധരായണൻ ചോദിക്കുന്നു, അങ്ങ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, സ്ഥിരതാമസം എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പൊ ബ്രഹ്മചാരി പറഞ്ഞു, ഞാൻ രാജഭവനത്തിൽ നിന്നാണ് വരുന്നത്, വത്സരാജ്യത്തിൽ ആവണകം എന്ന ഗ്രാമം, അവിടെ ഞാൻ വേദപഠനത്തിനായി പാർക്കുന്നു. അപ്പൊ വാസവദത്ത പെട്ടെന്ന് ലാവണകമോ എന്ന പേര് കേട്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഞെട്ടലുണ്ടായി. അപ്പൊ യോഗന്ധരായണൻ ചോദിക്കുന്നു, എന്നിട്ട് പഠിപ്പ് തീർന്നോ? ഇല്ല, തീർന്നില്ല. പഠിപ്പ് തീർന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ പോകുന്നതെന്നാണ് യോഗന്ധരായണൻ ചോദിക്കുന്നത്. അപ്പൊ ബ്രഹ്മചാരി പറയുന്നു, അവിടെ വന്ന ആ ആള് പറയുകയാണ്, അവിടെ ഭയങ്കരമായ ഒരു ആപത്തുണ്ടായി. എന്താണ് ആപത്ത്? അത് ഉദയന മഹാരാജാവിന്റെ താമസം. ഉദയന മഹാരാജാവിനെ പറ്റി കേട്ടിട്ടുണ്ട്, എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്ന് ഈ ആൾക്കൂട്ടത്തിനിടയിൽ യോഗന്ധരായണൻ ഇത്തരം കാര്യങ്ങൾ ഈ ബ്രഹ്മചാരിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് അവന്തി രാജപുത്രയായ വാസവദത്ത എന്ന ഭാര്യയെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് ബ്രഹ്മചാരി പറയുന്നു. അപ്പൊ യോഗന്ധരായണൻ പറയുന്ന ആയിരിക്കെ. എന്നിട്ട് അദ്ദേഹം നായാട്ടിന് പോയപ്പോൾ ആ ഗ്രാമത്തിലുണ്ടായ അഗ്നിബാധയിൽ വാസവദത്ത ദഹിച്ചുപോയി. അപ്പൊ ഇത് കേട്ടപ്പോൾ വാസവദത്ത ചിന്തിക്കണം, നോണ, ഭാഗ്യം കെട്ട ഞാനിതാ ഇവിടെ ജീവിച്ചിരിക്കുന്നു. അപ്പൊ യോഗന്ധരായണൻ വീണ്ടും ചോദിക്കണം, എന്നിട്ട് പിന്നെ അപ്പോൾ രാജ്ഞിയെ രക്ഷിക്കാൻ ശ്രമിച്ച മന്ത്രി യോഗന്ധരായണന് തീയിൽപ്പെട്ടു. അപ്പൊ യോഗന്ധരായണൻ ഓക്കെ ശരി അല്ലേ എന്ന് പറയുമ്പോൾ നേരാവ. എന്നിട്ട് അപ്പൊ മടങ്ങി വന്ന രാജാവ് ഇവരുടെ വേർപാട് സഹിക്കാൻ വയ്യാതെ തീയിൽ ചാടി മരിക്കാൻ ഒരുങ്ങി. ബാക്കി എല്ലാവരും കൂടെ പ്രയാസപ്പെട്ട് അത് തടഞ്ഞു. അപ്പൊ വാസവദത്ത ചിന്തിക്കുകയാണ്, അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് രാജ്ഞി അണിഞ്ഞിരുന്ന ആഭരണങ്ങളിൽ വെന്തുപോകാത്തതിനെ രാജാവ് മാറോട് ചേർത്ത് പിടിച്ച് ബോധം കെട്ട് വീണു. അപ്പൊ എല്ലാവരും കഷ്ടം കഷ്ടം എന്ന് പറയുന്നു. വാസവദത്ത കരയുകയാണ്. അതായത് എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാനും കൂടെ ചേർന്ന് ചെയ്യുന്നു, യോഗന്ധരായണൻ പറഞ്ഞതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാണ് അവിടെ കരയുന്നത്. അപ്പോൾ പത്മാവതിയുടെ തോഴി പറയുന്നു, പാവം കൊച്ചുതമ്പുരായിട്ട് ഈ സ്ത്രീ കരയുകയാണ്. പത്മാവതി, അത് പാവം, അവള് അനുകമ്പ കൊണ്ട് കരയുന്നതാവാം. യോഗന്ധരായണൻ, അത് എന്റെ സഹോദരിക്ക് അല്ലെങ്കിലും പൊതുവെ അനുകമ്പയാണ്. എന്നിട്ട് വീണ്ടും ബ്രഹ്മചാരിയോട് ചോദിക്കുന്നു. പതുക്കെ പതുക്കെ അദ്ദേഹത്തിന് രാജാവിന് ബോധം കിട്ടിയതായിട്ട് ബ്രഹ്മചാരി പറയുന്നു. പത്മാവതി, ഭാഗ്യം, ജീവിച്ചല്ലോ, ബോധം കെട്ട് വീണെന്ന് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം മരവിച്ചതുപോലെയായെന്ന് അവള് ചിന്തിക്കുക. എന്നിട്ട് പിന്നെ രാജാവ് നിലത്ത് ഉരുണ്ട് പൊടി പുരണ്ട ശരീരത്തോടെ ചാടി എണീറ്റ്, എൻ്റെ അവന്തി രാജപുത്രി എൻ്റെ പ്രിയ ശിഷ്യയെ, കാരണം വീണ വായനയൊക്കെ പഠിപ്പിച്ചത് അവളെ ഉദയനനാണല്ലോ, അങ്ങനെയൊക്കെ കരഞ്ഞു. ഇത്രയും ചക്രവാക പക്ഷികളെ ആണ് പൊതുവെ ഇണയെ കണ്ടില്ലെങ്കിൽ നിലവിളിച്ച് കരയുന്നത്, അതിനേക്കാൾ ഭയങ്കരമായി അദ്ദേഹം കരഞ്ഞു. ഭർത്താവ് ഇത്രയേറെ ഓർമ്മിക്കുന്ന സ്നേഹിക്കുന്ന സ്ത്രീ എവിടെയായാലും അവൾ പുണ്യവതിയാണെന്നൊക്കെ ഈ ബ്രഹ്മചാരി പറയുന്നു. അപ്പോൾ യോഗന്ധരായണൻ ചോദിക്കുന്നത്, എന്നിട്ട് മന്ത്രിമാരാരും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? ബ്രഹ്മചാരി ശ്രമിക്കുന്നുണ്ട്. രുമണ്വൻ എന്ന മന്ത്രി നന്നായി ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി ആ മന്ത്രി ആഹാരം പോലും കഴിക്കാതെ, രാജാവ് ഉണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഊണില്ല, രാജാവിനെ പോലെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ മന്ത്രിയുടെ മുഖവും ആകെ വാടിയിരിക്കുകയാണ്. സ്നാനം പോലും കഴിക്കുന്നില്ല രാജാവ് ജീവൻ ഉപേക്ഷിച്ചാൽ ഈ മന്ത്രിയും കൂടെ മരിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ വാസവദത്ത പറയുന്നു, ശരി, എന്തായാലും ആര്യപുത്രനെ രക്ഷകർത്താവായിട്ട് രുമണ്വനാണല്ലോ, അദ്ദേഹം നല്ലൊരാളാണെന്ന് അവള് ചിന്തിക്കുന്നു. അപ്പൊ യോഗന്ധരായണൻ മനസ്സിൽ ചിന്തിക്കുകയാണ്,
ഇരുമണ്ണുവാന്റെ ചുമതല വളരെ വലുതാണ്. അപ്പൊ എന്റെ ഭാരത്തിന് ഇപ്പോൾ അല്പം ഇളവ് വന്നു. കാരണം ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് ആരെയാണ്? വാസവദത്തയാണ്. അവളെ ഞാൻ ആരെ ഏൽപ്പിച്ചു? അടുത്തിന് രാജാവ് ഭാര്യയാക്കാൻ പോകുന്ന പത്മാവതിയെ ഏൽപ്പിച്ചു. ഇപ്പോൾ രാജാവിന് ആശ്വാസമായോ എന്ന് ചോദിക്കുന്നു ബ്രഹ്മചാരി. അറിയില്ല. അദ്ദേഹം പല സ്ഥലങ്ങളിൽ ചെന്ന് ഞാൻ ഇവിടെയാണ് അവളും ഒത്തുയിരുന്നത്, ഇവിടെയാണ് ഞാൻ അവളുമായി കിടന്നുറങ്ങിയത്, സല്ലപിച്ചത്, പിണങ്ങിയത് എന്നിങ്ങനെ വിലപിക്കുന്നു. അപ്പൊ രാജാവിനെ വളരെ പാടുപെട്ട് മന്ത്രിമാർ ആ ഗ്രാമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ രാജാവ് പോയപ്പോൾ ആ സ്ഥലം, അതായത് ലാവണകത്തിൽ ആണല്ലോ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ലാവണകം ചന്ദ്രനില്ലാത്ത ആകാശം പോലെയായി. അതുകൊണ്ട് ഞാനും ഇങ്ങു പോന്നു. അപ്പോൾ താപസികൾ ചിന്തിക്കുകയാണ്, അന്യനാട്ടിൽ ചെന്ന് പോലും ഈ ഒരു രാജാവിനെ കുറിച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ ഇയാൾ പറയുന്നെങ്കിൽ രാജാവ് നല്ലൊരു ഗുണവാനായിരിക്കണം. അപ്പൊ തോഴി ചോദിക്കുന്നു, കൊച്ചു തമ്പുരാട്ടി അദ്ദേഹം മറ്റൊരുവളെ വിവാഹം ചെയ്തേക്കുമോ? പത്മാവതിയും അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നു, എന്റെ ഹൃദയവും ഇത് തന്നെയാണ് മന്ത്രിക്കുന്നത്. ബ്രഹ്മചാരി, ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും വിട ചോദിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം അവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ബ്രഹ്മചാരി എന്ന കഥാപാത്രത്തെ അവിടെ കൊണ്ടുവരുന്നത്. യോഗന്ധരായണം, ശരി കുമാരി, എനിക്കും വിട തരണം. കാഞ്ചുകിയൻ ഇവിടത്തെ അനുവാദം വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് പോകണമെന്ന്, അപ്പൊ അനുവാദം നൽകണമെന്ന് കാഞ്ചുകിയൻ പറയുന്നു. അങ്ങനെ പത്മാവതി ആര്യനെ പിരിയുന്നതിൽ സഹോദരിക്ക് വല്ല സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. യോഗന്ധരായണൻ, ഞാൻ നല്ലൊരാളിന്റെ കയ്യിലാണല്ലോ ഏൽപ്പിച്ചത്, പത്മാവതിയുടെ കയ്യിലല്ലേ ഏൽപ്പിച്ചത്, അതുകൊണ്ട് എനിക്ക് ഉത്കണ്ഠയില്ല എന്ന് പറഞ്ഞ് പോകട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു. അങ്ങനെ ഇവര് പിരിയുകയാണ്. അപ്പൊ താപസി, മകളെ നിനക്ക് അനുരൂപനായ നല്ലൊരു ഭർത്താവ് ഉണ്ടാകട്ടെ എന്ന് പത്മാവതിയെ അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം വാസവദത്തയോട് ഭവതിക്ക് ഇത്രയും വേഗം ഭർത്താവിന്റെ സമാഗമം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ആണ് ആ ഭാഗം, ഒന്നാമത്തെ അംഗം അവസാനിക്കുന്നത്. ഇനി രണ്ടാം അംഗത്തിലേക്ക് പോകാം. അതായത് രണ്ടാം അംഗത്തിൽ പത്മാവതിയുടെ തോഴിയാണ് അവിടെ വരുന്നത്. പത്മാവതി കൊച്ചു തമ്പുരാട്ടി എവിടെയാണ്? അപ്പോൾ കൊച്ചു തമ്പുരാട്ടി അവിടെയുള്ള മാധവി ലതാ മണ്ഡപത്തിനടുത്ത് കളിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് കണ്ടില്ലേ കൊച്ചു തമ്പുരാട്ടി വളരെ. അപ്പൊ ഇതൊരു നാടകമാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ നേരിട്ട് ഇത് സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു നാടകമാണ്. അപ്പോൾ പന്തടിച്ച് കളിച്ച് വിയർത്ത മുഖവുമായി രാജകുമാരി വരുന്നു എന്ന് പറയുന്നു. അപ്പൊ വാസവദത്തയും പരിവാരങ്ങളും ആണ് പത്മാവതിയോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നത്. വാസവദത്ത ഇതാ തോഴിയുടെ പന്ത്. പത്മാവതി ആര്യയെ കളിച്ചത് മതി. വാസവദത്ത അല്ല, ഏറെ നേരം നമ്മൾ കളിച്ചപ്പോൾ പത്മാവതിയുടെ കൈകളൊക്കെ ചുവന്നിരിക്കുന്നു എന്ന് വാസവദത്ത പറയും. ആര്യ, ചേടി, കൊച്ചു തമ്പുരാട്ടി കളിച്ചോട്ടെ, കാരണം ഈ ചോളുടെ കൈകളൊക്കെ ചുവന്നെങ്കിലും കളിക്കട്ടെ, കന്യകയായിരിക്കുമ്പോൾ വിവാഹം കഴിക്കാതിരിക്കുമ്പോഴല്ലേ ഇങ്ങനെ കളിക്കാൻ പറ്റൂ. പത്മാവതി, ആര്യ എന്താണ് ഇപ്പോൾ പരിഹസിക്കാൻ എന്നവണ്ണം എന്നെ തുറച്ചു നോക്കുന്നത്. അപ്പൊ വാസവദത്ത പറയുന്നത്, അല്ല, എന്റെ തോഴിക്ക് നിങ്ങൾക്കിപ്പോൾ നല്ല ചന്തമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് അങ്ങയുടെ മുഖത്തിന് ചുറ്റും ഞാൻ കാണുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ മുഖമാണെന്ന് ആര് പറയുകയാണ്? വാസവദത്ത. അപ്പൊ പത്മാവതി പറയുന്നു, പോകൂ, എന്നെ പരിഹസിക്കേണ്ട. അപ്പൊ വാസവദത്ത പറയുന്നു, എന്തായാലും നിങ്ങൾ മഹാസേനന്റെ പുത്രന്റെ വധുവാകാൻ പോകുന്നവളല്ലേ? അപ്പൊ പത്മാവതി ചോദിക്കുന്ന, ആരാണ് മഹാസേനൻ? ഉജ്ജയിനിയിലെ പ്രദ്യോതൻ എന്ന രാജാവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് സൈന്യ ശക്തി കൊണ്ട് കിട്ടിയ പേരാണ് മഹാസേനൻ. അപ്പോൾ അവളുടെ തോഴി, പത്മാവതിയുടെ തോഴി പറയുന്ന ആ രാജാവുമായിട്ടുള്ള ബന്ധം കൊച്ചു തമ്പുരാട്ടിക്ക് ഇഷ്ടമില്ല. അപ്പൊ വാസവദത്ത, പിന്നെ ആരുമായിട്ടുള്ള ബന്ധമാണ് തോഴിക്ക് ഇഷ്ടം? അപ്പോൾ അതിന്റെ മറുപടിയും പത്മാവതിയുടെ തോഴിയാണ് പറയുന്നത്, വത്സരാജ്യത്തെ രാജാവായ ഉദയനനെയാണ് കൊച്ചു തമ്പുരാട്ടിക്ക് ഇഷ്ടം. അപ്പൊ വാസവദത്തയുടെ നെഞ്ചിൽ പെട്ടെന്നൊരു ചിന്ത, ആര്യപുത്രനെ ഭർത്താവാക്കണമെന്നാണ് ആഗ്രഹം, അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അതിന് കാരണം എന്ന് ചോദിക്കുമ്പോൾ തോഴി പറയുന്ന, അദ്ദേഹം ദയാലുവാണ്. വാസവദത്ത, മനസ്സിലായി, ഈ ഉള്ളവൾക്കും അന്ന് അങ്ങനെ തോന്നിയിരുന്നു, ഞാനും അദ്ദേഹത്തെ അങ്ങനെയാണ് വിവാഹം കഴിക്കാൻ കാരണം. അപ്പോൾ തോഴി പറയുന്നു, കൊച്ചു തമ്പുരാട്ടി, ആ രാജാവ് വിരൂപനാണെങ്കിലോ സൗന്ദര്യം ഇല്ലാത്ത ആളാണെങ്കിലോ? വാസവദത്ത, അല്ല, സുന്ദരൻ തന്നെ എന്ന് പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയി. പത്മാവതി, അപ്പോൾ ആര്യയ്ക്ക് അതെങ്ങനെ അറിയാം? അപ്പൊ വാസവദത്ത ചിന്തിക്കുകയാണ്, എനിക്ക് ആര്യപുത്രനോടുള്ള പക്ഷപാതം കൊണ്ട് ഞാൻ പറഞ്ഞു പോയി, ഇനി എന്ത് ചെയ്യും? അല്ല, ഉജ്ജയിനിക്കാർ പറഞ്ഞു കേട്ടതാണെന്ന് പറയാമെന്ന് പറയും. പത്മാവതി, ശരിയാണ്, ഉജ്ജയിനിയിലുള്ളവരൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അദ്ദേഹത്തിന്റെ സൗന്ദര്യം എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. അപ്പോഴേക്കും മറ്റൊരു ഇവളുടെ വളർത്തമ്മ പ്രവേശിക്കുന്നു, ധാത്രി വരുന്നു. കൊച്ചു തമ്പുരാട്ടി വിജയിക്കട്ടെ. കൊച്ചു തമ്പുരാട്ടിയുടെ കന്യാദാനം, അതായത് നിന്നെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ചടങ്ങ് നടന്നു കഴിഞ്ഞു. വാസവദത്ത ആർക്ക്? ധാത്രി വത്സരാജാവായ ഉദയനന് കൊടുത്തു കഴിഞ്ഞു ഈ പത്മാവതിയെ. അപ്പൊ വാസവദത്ത ചോദിക്കുന്നു, ആ രാജാവിന് ക്ഷേമമാണോ? ധാത്രി, അതെ, അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ രാജാവ് മഗധ രാജാവ് ഇവളെ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് വാഗ്ദാനവും ചെയ്തു. വാസവദത്തയ്ക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് അത് കഷ്ടം തന്നെ എന്നൊരു വാക്കാണ്. എന്താണ് കഷ്ടം? ഒന്നുമില്ല, ഇത്രയും വലിയ ദുഃഖമുണ്ടായിട്ട് ഇപ്പോൾ ഉദാസീനനായല്ലോ എന്നാണ്.
അപ്പോൾ ധാത്രി പറയുന്ന അറിവുള്ളവരായ നല്ല അറിവൊക്കെയുള്ള ജ്ഞാനമുള്ള മഹാപുരുഷന്മാർക്ക് ദുഃഖത്തിന് ശാന്തിയും, ഭാര്യ മരിച്ച ദുഃഖത്തിന് ശാന്തിയും പെട്ടെന്ന് അദ്ദേഹത്തിന് ലഭിച്ചു കാണും. അപ്പൊ വാസവദത്ത ചോദിക്കുകയാണ്, ആര്യ അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ? ധാത്രി അല്ല, മറ്റെന്തോ കാര്യത്തിനായി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുലം, വിദ്യ, പ്രായം, സൗന്ദര്യം ഇതെല്ലാം കണ്ട് മഹാരാജാവ് തന്നെ മകളെ ദാനം ചെയ്തതാണ്. വാസവദത്ത അപ്പോഴാണ് മനസ്സിലൊന്ന് ആശ്വസിക്കുന്നത്. അതായത് അങ്ങനെയാണ് ചെയ്തതെങ്കിൽ ആര്യപുത്രനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ കൊച്ചു തമ്പുരാട്ടി വേഗം എഴുന്നള്ളണം എന്ന് പറഞ്ഞ് മറ്റൊരു തോഴി വന്നു. ഇന്ന് തന്നെ നല്ല നക്ഷത്രമായതുകൊണ്ട് കാപ്പുകെട്ട് വിവാഹ ചടങ്ങ് നടത്തണം എന്ന് പറയുന്നു. അപ്പൊ വാസവദത്തയുടെ അടുത്ത വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. എത്രത്തോളം ബദ്ധപ്പാട് കാണിക്കുന്നുവോ അത്രത്തോളം എന്റെ ഹൃദയം ഇരുളടയുന്നു. കാരണം ഇവളുടെ ഭർത്താവിനെയാണ് മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നത് ഇവളുടെ മുന്നിൽ വെച്ച്. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ബദ്ധപ്പാട് കാണിക്കുന്നു അത്രത്തോളം എന്റെ ഹൃദയം ഇരുണ്ട് പ്രകാശമില്ലാത്തതായി മാറുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ടാം അംഗവും ഇവരുടെ വിവാഹ നിശ്ചയം നടന്നതോടുകൂടി രണ്ടാം അംഗം അവസാനിക്കുകയാണ്. ഇനി ഉള്ളത് മൂന്നാം അംഗമാണ്.